അപ്പൊ നമുക്കറിയാം അലുമിനിയം നമ്മുടെ ഭൂമിയിലുണ്ട്, ഗോൾഡ് ഉണ്ട്, സ്വർണ്ണം ഉണ്ട് അല്ലെ, സ്വർണ്ണ ഖനികളുണ്ട്. അന്ന് പറഞ്ഞതുപോലെ പല രീതിയിലുള്ള ധാതുക്കൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിൽ ഒരു മെറ്റലാണ് ഈ നിയോഡൈമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയോഡൈമിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഹൈലി മാഗ്നറ്റിക് പവർ ഉണ്ട്, ഹൈലി മാഗ്നറ്റിക് കപ്പാസിറ്റി ഉള്ള അതാണ് നമ്മുടെ നിയോഡൈമിയം. ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകളിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. എല്ലാവർക്കും കാണാം, ഇതാണ് ഒരു ബട്ടൺ രൂപത്തിൽ. ഇതിന്റെ കയ്യിൽ കുറേ ഉണ്ട്, ഇതുപോലെ ചെറിയ ചെറിയ ബട്ടണുകൾ പോലെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ്, വാട്ടർ എനർജി പാഡാണ്. അപ്പൊ ഞാൻ ചിലർക്ക് സംശയമുണ്ട് ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടോ, ഇങ്ങനെ ചുമ്മാതെ ഒരു പാഡ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനൊരു ആക്ഷൻ ഉണ്ടോ എന്നൊക്കെ അല്ലെ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാൻ, ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ബയോമാഗ്നറ്റുകൾ ഉണ്ട്. ബയോമാഗ്നറ്റ് അത് എവിടെയാണോ ഉള്ളത് അപ്പൊ തന്നെ നമ്മൾ വയ്ക്കുന്നിടത്തേക്ക് അത് ചാടിപ്പിടിക്കും. ഇതാണ് ബയോമാഗ്നറ്റ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റും മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ ഇത് നിറയെ 10-30ഓളം ബയോമാഗ്നറ്റുകൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ നമ്മുടെ പ്രോഡക്റ്റുകളിലും ബയോമാഗ്നറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ബ്ലഡ്, ഏറ്റവും കൂടുതൽ ഈ ബയോമാഗ്നറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് രക്തത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഇതില് സാധാരണ എന്താണ്, മാഗ്നറ്റുകൾ കൂടുതലും ഇരുമ്പിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. അതെ, ഇവിടെയും ബയോമാഗ്നറ്റുകൾ തന്നെ നമ്മുടെ ഇരുമ്പിനെ അട്രാക്ട് ചെയ്യും. അത് ഞാനൊരു ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു സേഫ്റ്റി പിന്നിൽ ബയോമാഗ്നറ്റ് ഇരിക്കുന്നുണ്ടോ? ഇത് സാധാരണ ഒരു മാഗ്നറ്റിന്റെ അതേ ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് കൂടാതെ തന്നെ ഈ ബയോമാഗ്നറ്റിന് ഒരു പ്രത്യേകത, നമ്മുടെ ബ്ലഡിലുണ്ട് അയൺ കണ്ടന്റ്. ബ്ലഡിലെ അയൺ കണ്ടന്റ് ആണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിനുമായിട്ടുള്ള ഒരു റിപ്പൽഷന് ഇതിന് ഉള്ള കപ്പാസിറ്റി നമ്മുടെ ബയോമാഗ്നറ്റുകൾക്ക് ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബയോമാഗ്നറ്റുകൾ നമ്മുടെ ബ്ലഡിലെ അയൺ കണ്ടന്റായ ഹീമോഗ്ലോബിനുമായിട്ട് ഒരു റിപ്പൽഷൻ സാധ്യമാക്കുന്നു. ഒരു റിപ്പൽഷൻ നടക്കുമ്പോൾ ഈ രക്തത്തിലെ കൊഴുപ്പായിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡില് കൊഴുത്തു നിൽക്കുന്ന രണ്ട് രീതിയിലുള്ള അണുക്കളുണ്ട്, നമുക്കറിയാം അല്ലെ. രക്താണുക്കളുണ്ട്, രണ്ട് രീതിയിലുള്ള രക്താണുക്കളാണ്, വെള്ളയും ചുവപ്പും അല്ലെ, വൈറ്റ് ആൻഡ് റെഡ് കോർപ്പസൽസ് എന്ന് പറയാം. അപ്പോൾ ആ റെഡും വൈറ്റും ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കാനാണ് ടെൻഡൻസി. അങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്ന ടെൻഡൻസി ഒഴിവാക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ബോഡിയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു പവർ വരുമ്പോഴാണ് ഇവയെല്ലാം അകന്ന് സുഗമമായി അവർക്ക് സഞ്ചരിക്കാനുള്ള. അപ്പൊ ഈ മാഗ്നറ്റിസം എന്താ ചെയ്യുക? ഇവയെല്ലാവരും വലിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്.